ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ മരണപ്പെട്ട പാലക്കാട് തൃത്താല സ്വദേശികളായ റംലത്തിനും മകൻ യൂസഫിനും വിട ചൊല്ലി പ്രവാസികളും ബന്ധുക്കളും. ഒമാനിലെ ബർക്കയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഏകാന്തവാസത്തിലേക്ക് പ്രിയപ്പെട്ടവരെ യാത്രയായി കൂട്ടുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ പ്രാർത്ഥനയാണ്. തെക്കൻ ബാത്തിനായിലെ ബർക്കയിൽ ദീർഘകാലമായി താമസിക്കുന്ന യൂസഫിന്റെയും മാതാവ് റംലത്തിന്റെയും മൃതദേഹം ബർക്കയുടെ മണ്ണ് കണ്ണീരോടെ ഏറ്റുവാങ്ങി. യൂസഫ് തന്റെ കുട്ടിക്കാലം മുതൽ കളിച്ചും പഠിച്ചും വളർന്നതുമൊക്കെ ഇവിടെയായിരുന്നു. പ്രിയ കൂട്ടുകാരൻ്റെയും ഉമ്മയുടെയും മൃതദേഹം ഖബറിലേക്ക് വെക്കുമ്പോൾ സുഹൃത്തുക്കളുടെ ഉള്ളു പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബർക്ക അൽഹറാദി ഖബറിടത്തിൽ ഉച്ചയോടെയായിരുന്നു ഇരുവരുടെയും സംസ്കാരം. മസ്കറ്റ് KMCC കെയർ വിങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മക്ബറയുടെ പരിസരത്തെ ഈദ്ഗാഹ് മൈതാനത്ത് നടന്ന മയ്യിത്ത് നമസ്കാരത്തിലും നിരവധി ആളുകൾ പങ്കെടുത്തു. അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലത്തെ KMCCയുടെ പ്രവർത്തകർ, നേതാക്കന്മാരെ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഞങ്ങളെ കൂടെ മറവ് ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഒരു ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് ബർക്ക, ഒമാനിൽ ബർക്ക എന്ന് പറഞ്ഞ പ്രദേശമാണ്. ആ ഒരു ബർക്ക വിലായത്ത് ഏരിയയിലുള്ള ഇവിടുത്തെ സിവിൽ ഡിഫൻസ്, ROP ഇവരോട് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയും കടപ്പാടും നമ്മൾ അറിയിക്കുകയാണ്. യൂസഫും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ശനിയാഴ്ചയാണ് വാദിയിലെ കുത്തൊഴുക്കിൽപ്പെട്ട് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തിയ യൂസഫ് ഉമ്മയെ തിരയുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത്. ഇവർക്കൊപ്പം അപകടത്തിൽ മരിച്ച തൃത്താല സ്വദേശി ഷംലയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു. ഉമ്മയുടെയും മകന്റെയും വേർപാട് പ്രവാസ ലോകത്തിന് തീരാ നൊമ്പരമായി മാറുകയാണ്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.